നാം ജീവിക്കുന്ന ഈ ലോകത്തിലേക്ക്, നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിലേക്ക് നാം എന്താണോ കൊടുക്കുന്നത് അത് തന്നെയാണ് 1000 മടങ്ങായി നമ്മിലേക്ക് തിരികെ വരുന്നത് എന്നാണ് പല ലോ ഓഫ് അട്രാക്ഷൻ നിയമങ്ങളും പറയുന്നത്. അതിനെ സാധൂകരിക്കുന്ന ഒരു കെട്ടുകഥയുമുണ്ട്. ബെല്ല എന്നു പേരുള്ള ഒരു സുന്ദരിയായ ഒരു പട്ടിക്കുട്ടി, എപ്പോഴും വാലാട്ടിക്കൊണ്ട് നടക്കുന്ന ക്യൂട്ടായ സുന്ദരിയായ എപ്പോഴും സ്നേഹഭാവത്തിൽ നടക്കുന്ന ഒരു സുന്ദരിയായ പട്ടിക്കുട്ടിയാണ് ബെല്ല. ഈ ബെല്ല ഒരു 1000 കണ്ണാടി മാളികയെക്കുറിച്ച് കേട്ടറിഞ്ഞു. 1000 കണ്ണാടികൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 1000 കണ്ണാടി മാളിക. അവൾ അതേക്കുറിച്ച് കേട്ടറിഞ്ഞ് ആ മാളിക കാണാൻ വേണ്ടി പോയി. ആ മാളികയ്ക്കുള്ളിലേക്ക് ഇവൾ കയറി ചെന്നു. ഇവൾ 1000 കണ്ണാടി മാളികയ്ക്കുള്ളിലേക്ക് കയറി ചെന്നപ്പോൾ തന്നെ ഇവൾക്ക് വലിയ സന്തോഷമായി. കാരണം 1000 സുന്ദരി പട്ടിക്കുട്ടികൾ സ്നേഹഭാവത്തോടെ വാലാട്ടിക്കൊണ്ട് നിൽക്കുന്ന 1000 ക്യൂട്ടായിട്ടുള്ള 1000 സുന്ദരി പട്ടിക്കുട്ടികൾ ഇവളെ നോക്കി വാലാട്ടിക്കൊണ്ട് നിൽക്കുന്ന സ്നേഹഭാവത്തോടെ. ഇത് കണ്ടപ്പോൾ ഇവൾക്ക് വളരെ സന്തോഷമായി. അവൾ ആ മാളികയിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ അവൾ ഒരു തീരുമാനമെടുത്തു. ഇനി ഞാൻ എല്ലാ ദിവസവും ഈ മാളികയിലേക്ക് വരും. ഇതേ സെയിം മാളികയെക്കുറിച്ച് തന്നെ, ഇതേ 1000 കണ്ണാടി മാളികയെക്കുറിച്ച് തന്നെ ബ്രൂണോ എന്നൊരു നായയും കേട്ടു. ഈ ബ്രൂണോ ആകട്ടെ എപ്പോഴും ക്രൂരഭാവത്തിൽ വാലുമുയർത്തി അക്രമസജ്ജനായി നിൽക്കുന്ന, എപ്പോഴും അക്രമഭാവത്തിൽ ക്രൂരഭാവത്തിൽ നടക്കുന്നൊരു നായയാണ് ബ്രൂണോ. ഈ ബ്രൂണോയും ഈ 1000 കണ്ണാടി മാളികയെക്കുറിച്ച് കേട്ടറിഞ്ഞ് അത് സന്ദർശിക്കാൻ വേണ്ടി പുറപ്പെട്ടു. ഇവൻ ആ മാളികയിലേക്ക് കടന്നു ചെന്ന ഉടനെ അവൻ ഞെട്ടിവിറച്ചു പോയി. 1000 ക്രൂരഭാവത്തിൽ നിൽക്കുന്ന, വാലുമുയർത്തി അക്രമസജ്ജമായി നിൽക്കുന്ന 1000 നായ്ക്കളെയാണ് ഇവൻ കണ്ടത്. ഇവൻ ഞെട്ടിവിറച്ച് പേടിച്ച് ആ മാളികയിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ ഇവനും ഒരു തീരുമാനം കൈക്കൊണ്ടു. ഇനി മേലിൽ ഞാൻ ഈ മാളികയിലേക്ക് വരികയേ ഇല്ല. ഈ 2 നായ്ക്കളും പോയത് ഒരേ മാളികയിലേക്കാണ്. 2 പേരും കണ്ടത് നേർ വിപരീതമായ കാഴ്ചകളാണ്. ഇത് തന്നെയാണ് ചില ലോ ഓഫ് അട്രാക്ഷൻ നിയമങ്ങൾ പറയുന്നു പറഞ്ഞത്. നാം എന്താണോ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നത് അത് തന്നെയാണ് നമുക്ക് 1000 മടങ്ങായി തിരികെ വരിക. ധനികനും ദരിദ്രനും നേടിയവനും നേടാത്തവരും എല്ലാം ജീവിക്കുന്നത് ഈ സെയിം ലോകത്താണ്. പക്ഷേ ഇത് പറയുമ്പോൾ ചിലരെങ്കിലും പറയും നാം കൊടുക്കുന്നതൊന്നും അല്ല നമുക്ക് ലോകത്തു നിന്ന് കിട്ടുന്നത് എന്നുള്ളത്. അത് സത്യസന്ധമായി പരിശോധിക്കാത്തത് കൊണ്ടും നമ്മിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താത്തത് കൊണ്ടുമാണ്. ഒരു കുറച്ചു കാലമെങ്കിലും, ഒരു 3 മാസക്കാലമെങ്കിലും, ഒരു 90 ദിവസമെങ്കിലും പരീക്ഷിക്കാൻ വേണ്ടിയെങ്കിലും നിങ്ങൾ നന്മകൾ മാത്രം ഒന്ന് നൽകി നോക്കൂ. പരീക്ഷിക്കാൻ വേണ്ടി ആയതുകൊണ്ട് ഉള്ളിൽ നിന്നല്ലാതെ ആവരുത്. ആ 3 മാസം പരീക്ഷണത്തിന് ചെലവഴിക്കുമ്പോൾ അത് ആത്മാർത്ഥമായി ആയിരിക്കണം. ആത്മാർത്ഥമായി നിങ്ങളുടെ വീട്ടിൽ ആരംഭിക്കുക. വീട്ടിലും നാട്ടിലും സമൂഹത്തിലും നിങ്ങൾ ഇടപെടുന്ന എല്ലായിടത്തും നന്മ മാത്രം ഒന്ന് നൽകി നോക്കൂ. വലിയ ജീവിത വിജയത്തിന് ആവശ്യമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ആരംഭിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. നാം എന്താണോ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നത് അത് 1000 മടങ്ങായി നമ്മിലേക്ക് വരുന്ന ലോകം തന്നെയാണിത്.